ഡിഫൻസ് ജോബ്സിനും ഗവൺമെൻറ് എക്സാംസിനും റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഡയഗണൽ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 17 സെൻറ്റിമീറ്റർ ആൻഡ് ദ ലെങ്ത് ഈസ് 15 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. ഒരു റെക്ടാങ്കിളിൻ്റെ ഡയഗണലും ലെങ്ത്തും തന്നിട്ടുണ്ട്, ഏരിയ കണ്ടുപിടിക്കാൻ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യുക, എല്ലാവരും ചെയ്യുന്ന പോലെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആ രണ്ട് വാല്യൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. പക്ഷേ എന്താണ്, ലെങ്ത് തന്നിട്ട് ബ്രെഡ്ത്ത് അല്ല തന്നിട്ടുള്ളത്, ബ്രെഡ്ത്തിന് പകരം ഡയഗണലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡയഗണൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ആദ്യം ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. നമുക്ക് മനസ്സിലാവാൻ പാകത്തിന് ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് 15 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 15 ആണെങ്കിൽ ഇവിടെയും 15 ആയിരിക്കും. അതുപോലെ ബ്രെഡ്ത്ത് അല്ല തന്നിട്ടുള്ളത്, ഡയഗണല. ഡയഗണൽ പറയുമ്പോൾ ഇത് 17. അതുപോലെ ഇങ്ങനെയും വരയ്ക്കാം, ഇത് 17 തന്നെയാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സൈഡ് മാത്രമേ വരയ്ക്കുന്നുള്ളൂ, 17 സെൻറ്റിമീറ്റർ. ഇവിടെ 15 സെൻറ്റിമീറ്റർ. നമുക്ക് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അഥവാ 15 ഇൻറ്റു ഇതിപ്പോൾ നമ്മൾ എന്തായിട്ട് എടുക്കാം, ഈ ബ്രെഡ്ത്തിന് നമ്മൾ ആണെങ്കിൽ എക്സോ വൈയോ ആയിട്ട് എടുക്കാം. ഞാൻ വൈ ആയിട്ട് എടുത്ത് വിചാരിച്ചു. അപ്പോൾ 15 ഇൻറ്റു വൈ ആണ് ഏരിയ. നമുക്ക് വൈ കണ്ടെത്തണം. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ എന്ത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പറയുമ്പോൾ ഇവിടെ 90 ഡിഗ്രി, ഒരറ്റം 90 ഡിഗ്രിയാണ് അല്ലേ, ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ സാധാരണ ഉപയോഗിക്കുന്ന തിയറമാണ് പൈത്താഗോറസ് തിയറം. പൈത്താഗോറസ് തിയറം എന്താ, ഹൈപ്പോട്ടന്യൂസ് ഇൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്ലസ് ബേസിൻ്റെ സ്ക്വയർ. ഇതാണ് പൈത്താഗോറസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. ഇവിടെ റൂട്ടില്ല. റൂട്ട് എപ്പോൾ ഇടാം, ഇവിടെ സ്ക്വയർ ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് റൂട്ട് ഇടാം. അതായത് ഇവിടെ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൾട്ട് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഇങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആൾട്ട് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഇങ്ങനെയും പറയാം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പഠിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ച് വയ്ക്കുക, രണ്ടും സെയിം ആണ്. ഇവിടുത്തെ സ്ക്വയർ എന്താവും, അങ്ങോട്ട് പോകുമ്പോൾ റൂട്ടാവും. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇത് ഹൈറ്റാണ് വിചാരിക്കുക, ഇത് ബേസ് ആണല്ലോ. അപ്പോൾ ബേസ് നമുക്കറിയാം, ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം. ഇനി നമുക്ക് ആൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഴയ പോലെ തന്നെ എഴുതാം, പഴയ ഇക്വേഷൻ പോലെ എഴുതാം. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ പ്ലസ് ബേസിൻ്റെ സ്ക്വയർ തന്നെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താവും, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എന്നാവും. ഇതിവിടെ നിൽക്കുക, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇവിടെ ഉണ്ടാവും. ഈ പോസിറ്റീവ് ബേസ് സ്ക്വയർ എന്താവും, അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആവും, മൈനസ് ആകും. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് മൈനസ് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആൾട്ട് സ്ക്വയർ എന്നാവും. ഞാൻ നേരെ തിരിച്ചെഴുതി, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇനി ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എത്രയാണ്, 17ൻ്റെ സ്ക്വയർ എത്രയാണ്, 289 ആണ്. അതേപോലെ 15ൻ്റെ സ്ക്വയർ എത്രയാണ്, 225 അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും താഴോട്ട് എഴുതുക, ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 289 നിന്ന് 225 കുറയ്ക്കുക, കഴിഞ്ഞാൽ 64. ഇനി ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് 64. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് പറയുമ്പോൾ എന്താണ്, റൂട്ട് ഓഫ് 64 എന്താ 8. അപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടി 8 എന്ന്. ഇതാണ് ഉത്തരം അല്ല, നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് കിട്ടി എന്താണ് 8 ആണെന്ന്. അതേപോലെ ലെങ്ത്ത് കിട്ടി എന്താണ് 15 ആണെന്ന്. ലെങ്ത്ത് കിട്ടിയതല്ല, ലെങ്ത്ത് ഓൾറെഡി നമുക്കറിയാം 15 ആണെന്ന്. ഇനി എന്തായി, ഇനി ഏരിയ കണ്ടിരിക്കാൻ പാടുണ്ടോ, ഇല്ല. 15 ഇൻറ്റു 8 ചെയ്താൽ മതി. 120 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഉത്തരം. താങ്ക് യു.